കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ട് കൂട്ടുകാരുടെ കഥയാണ്. ഒരിടത്തൊരിടത്ത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു, രാമുവും സോമുവും. രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയായിരുന്നു അവർ ഇരുവരും. സ്കൂളിൽ പോകുന്നതും കളിക്കുന്നതും ആഹാരം കഴിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. സ്നേഹമുള്ളിടത്തെ പിണക്കമുണ്ടാകൂ എന്ന് പറയുന്നത് പോലെ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ പിണങ്ങാറുമുണ്ട്. എന്നാൽ അവരുടെ പിണക്കം അധിക സമയം നീളാറില്ല. സോമുവാണ് എല്ലാത്തിനും തുടക്കമിടുക. രാമു ആവട്ടെ ഒരു സൗമ്യശീലനാണ്. അതുകൊണ്ടവൻ എല്ലാം ക്ഷമിച്ചു കൊടുക്കും. അങ്ങനെയിരിക്കെ സ്കൂളില്ലാത്തൊരു ദിവസം വീട്ടുകാരുടെ അനുവാദം വാങ്ങി രണ്ടുപേരും പുഴ കാണാൻ പോയി. നാട്ടുവർത്താനമൊക്കെ പറഞ്ഞ് കളിയും ചിരിയുമായി അവർ പുഴയോരത്ത് ഓടിയോടി നടന്നു. പുഴയുടെ ആഴത്തെ കുറിച്ചവർ പറഞ്ഞു തമ്മിൽ തർക്കമായി. തർക്കം മൂത്തപ്പോൾ സോമുവിന് ദേഷ്യം വന്നു. സോമു രാമുവിനെ മുഖത്താഞ്ഞടിച്ചു. സങ്കടം സഹിക്കാനാവാതെ രാമു നിലത്തിരുന്നു. പുഴയോരത്തെ മണലിൽ ഇങ്ങനെ എഴുതി: എന്റെ പ്രിയ കൂട്ടുകാരൻ ഇന്നെന്റെ മുഖത്തടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പിണക്കമെല്ലാം മാറി. അവർ വീണ്ടും പഴയ ചങ്ങാതിമാരായി നടക്കാൻ തുടങ്ങി. വെയിലിന്റെ ചൂട് കൂടുതലായപ്പോൾ അവർക്ക് നല്ല ക്ഷീണം തോന്നി. അപ്പോൾ രാമൻ പറഞ്ഞു: നമുക്ക് പുഴയിലിറങ്ങി കാലും മുഖവും ഒക്കെ കഴുകാം. അപ്പോൾ ക്ഷീണമെല്ലാം മാറും. വേണ്ട, നിനക്ക് നീന്താൻ അറിയില്ലല്ലോ. പുഴയാണ്. അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലോ? നമുക്ക് ആഴമില്ലാത്ത ഭാഗത്തിറങ്ങാം, രാമു പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പുഴയിലിറങ്ങി കാലും മുഖമൊക്കെ കഴുകി തിരിച്ചു കയറുമ്പോൾ അതാ രാമു കാൽ തെന്നി പുഴയിലേക്ക് വീണു. ഇത് കണ്ട സോമാദ്യം അലറി വിളിച്ചു: അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. സോമു നോക്കുമ്പോൾ അതാ രാമു പുഴ ഒഴുകുന്നു. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പുഴക്കൊറ്റ ചാട്ടം നീന്തി നീന്തി ചെന്ന് ഒരു വിധത്തിൽ രാമുവിനെ പിടിച്ചു കരയ്ക്ക് കയറ്റി. രണ്ടുപേരും പീഡിച്ചു വിറച്ചു. കുറച്ചു സമയം അവിടെ തന്നെ ഇരുന്നു. ക്ഷീണം മാറിയപ്പോൾ രാമു അടുത്ത കണ്ട പാറയിൽ ഒരു ചെറിയ കല്ലെടുത്ത് ഇങ്ങനെ എഴുതി: എന്റെ പ്രിയ കൂട്ടുകാരൻ ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. ഇത് കണ്ട് സോമു ചോദിച്ചു: ഞാൻ നിന്റെ മുഖത്തടിച്ചപ്പോൾ നീ മണലിലാണ് എഴുതിയത്, എന്നാൽ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ നീ കല്ലിലാണ് എഴുതിയത്. എന്താണ് നീ അങ്ങനെ ചെയ്തത്? അപ്പോൾ രാമു പറഞ്ഞു: ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ ക്ഷമയാകുന്ന കാറ്റത് വേഗം മായ്ച്ചു കളയും. കാറ്റ് വന്നത് വേഗം മായ്ച്ചു കളയും. എന്നാൽ ആരെങ്കിലും നമ്മളോട് നല്ലത് ചെയ്താൽ പെട്ടെന്നൊന്നും മാഞ്ഞു പോകാത്തതുപോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. അതാണ് ഞാൻ കല്ലിൽ എഴുതിയത്. കല്ലിൽ കൊത്തിയാലും പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ലല്ലോ. നമ്മുടെ സുഹൃത്ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും മറക്കാനും നാം തയ്യാറാവണം. അതുപോലെ നമ്മുടെ കൂട്ടുകാർ ചെയ്ത നല്ല കാര്യങ്ങൾ അഭിനന്ദിക്കുകയും ഓർമ്മയിൽ സൂക്ഷിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ സുഹൃത്ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. പ്രിയ കൂട്ടുകാരെ, എൻ്റെ ഈ കൊച്ചു കഥയിൽ നിന്നും സുഹൃത്ബന്ധത്തിന്റെ ആഴവും മഹത്വവും എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
നന്ദി, നമസ്കാരം.